KCB എന്നാണേ. ആ 2 മില്ല്. പ്രാവശ്യം കുറച്ച് കൂടും 15 പ്രാവശ്യം. നിങ്ങൾ പെട്ടെന്ന് അടിച്ചെടുത്തോ കേട്ടോ. ശരി. ഈ മായണ്ട് പെയ്ത ഈ വെള്ളമൊക്കെ കൂടി ചങ്ങായി ഇതൊന്നും ഇവിടെ പോ എന്താ ഇവിടെ പറയാ അന്ന് പറഞ്ഞ പേരോ മധുര ശരിയാക്കുന്നത് എന്റെ പേരന്റെ താറണ്ടില്ല ഇത് പൊഞ്ഞടി പോനെ ബാക്കി ഈ മായ പെയ്ത റോഡ് മീവൻ കുണ്ടും കുറ്റിയായി ഒരു ഒറ്റ വണ്ടിക്കാരും പിടിച്ച് എഴുതിയെടുക്കാൻ വരുന്നില്ല. മനുഷ്യനാണ് നടന്ന് ഇറങ്ങാറായി ഏരിയയിലാണ് ഇന്ന് പാണ്ട അടക്കി വീരുന്നേരും വന്നു. ഞാൻ തന്നെ പോട്ടതിന് എന്നോട് ഞാൻ എത്ര ആശം കൊണ്ട് ആ മധുമെന്ന് വെള്ളന്റെ പെരേക്ക് ചാടണെന്നേ എനിക്കൊരു മധുര ചൂടെ എന്റെ താറ നനഞ്ഞിട്ടില്ലേ ജെത്ത് ഇതുണ്ടോ ഇതൊക്കെ എനിക്ക് മാത്രം ഈച്ചോ ദുനിയാവില്ലേ അതിപ്പോ ഒരു വെള്ളല്ലേ ഇന്റെ അങ്ങേപ്പുറത്തെ തൊടുത്തു പറ്റില്ല ഇന്റെ വരിക്കാണ്ട് ഞാൻ എന്നിട്ട് ഓരോടത്തെ പറയില്ല എനിക്കെന്താ എത്ര തൂമിച്ചുള്ള വെള്ളം ചാടിന് വെള്ളം എന്റെ തൊടുക്ക് ചാടാൻ പറ്റൂലെന്നേ ഇന്റെ പേര നാസാവൂലേ പറ്റൂല പറ്റൂല ഒരു വെള്ളല്ലേ ചാടണ്ടേ വെള്ളത്തിന്റെ പേര അടിക്കണം എന്നോട് വരൂല. ഞാൻ കാണിച്ചടാ അങ്ങനെ ഞാൻ കാണിച്ചടാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്താ അവിടുന്ന് ഒരു ഒച്ചപ്പാട് കേൾക്കണ ആ പറയുന്നോ എന്താ പ്രശ്നം എന്താ പ്രശ്നം എന്താണ് പ്രശ്നം? ഓനെ തൊടുത്ത വെള്ളം എന്റെ പറമ്പിക്ക് ചാടണം. എത്ര കാലേ ഓനോട് പറയണേ ഇതായിക്കാ നിങ്ങളെ പ്രശ്നം? ഒരു പിന്നെ പറമ്പിൽ നിന്ന് മറ്റേ പറമ്പിക്ക് വെള്ളം പോയ ചാടിയ പ്രശ്നം ഇങ്ങോട്ടേ ചെരുപ്പാണ് പക്ഷേ പുതിയ ചെരുപ്പാണിത്. ഈ കോച്ചിലേക്ക് ഇതുകൂടി മുങ്ങിക്കളഞ്ഞ് നിങ്ങൾ ഈ പ്രശ്നം ഒരു അയൽവാസിൻ്റെ വെള്ളം നിങ്ങളെ വീട്ടിലേക്ക് ചാടിയ പ്രശ്നമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഞാൻ ഈ നാട്ടുകാരനല്ല ഞങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വന്നിട്ടുണ്ടോ? ഞങ്ങൾ നാട്ടിൽ വന്ന് നോക്കി എൻ്റെ വീട്ടിൽ എൻ്റെ അയൽവാസിൻ്റെ വെള്ളം എൻ്റെ വീട്ടിൽ വന്ന് ചാടുന്നത് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കില്ലല്ലോ. നമ്മളൊക്കെ മരിച്ചു പോകേണ്ട ആൾക്കാരല്ലേ. നമ്മൾ പോയി കിടക്കേണ്ട സ്ഥലം എവിടെ നിങ്ങൾക്കറിയാം? നിങ്ങൾക്ക് എത്ര വയസ്സായി? 50 വയസ്സ്. നമ്മൾ എത്ര കാലം ഇവിടെ ജീവിക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റും. നിങ്ങൾ ആ മനുഷ്യനെ എന്തെല്ലാം നിങ്ങൾ പറഞ്ഞു, ആ മനുഷ്യൻ തിരിച്ചും പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ വഴക്കുണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾ നന്നാവണം. ഇതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ അയാളെ വിളിച്ചുകൊണ്ടിരാം. നിങ്ങൾ നന്നാവണം. നിങ്ങൾ അയൽവാസികൾ ഇങ്ങനെ പ്രശ്നമായി കഴിഞ്ഞാൽ എന്തൊരു സുഖം നിങ്ങൾക്കുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്ക്. ഒരു വെള്ളത്തിൻ്റെ പ്രശ്നം പറഞ്ഞേക്കാണ്ട് നിങ്ങളിങ്ങനെ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ അയാളെ വിളിച്ചു കൊണ്ടുവരാം കേട്ടോ. അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അയൽവാസികൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കരുത്. അയാളോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഒരു വെള്ളം അയൽവക്കത്തിന് ചാടിയ പ്രശ്നമല്ലേ നിങ്ങൾ തമ്മിലുണ്ടായത്. അത് നിങ്ങൾ അയൽവാസികൾ കാലാകാലം നിങ്ങൾ വന്നാണ്. ഞാൻ അയാളെ പിന്നെ അല്ല ഒന്നും പറയില്ല അതൊക്കെ ഉണ്ടാവും. മനുഷ്യൻ ദേഷ്യങ്ങളും കാര്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യൻ ഉണ്ടാവുന്നതാണ്. രണ്ടാൾ കൈ പിടിക്കും. പിന്നെ ഞങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടും. കാരണം ഈ ഒരു വെള്ളത്തിന്റെ പ്രശ്നം ഇയാള് വന്ന് പറഞ്ഞപ്പോഴാണ് ഒന്നും വിചാരിച്ചില്ല. എല്ലാം എന്തായാലും സന്തോഷമായി നമുക്ക്. നമ്മൾ പൊരുത്തപ്പെടണം.